हमारे चैनल को लाइक और सब्सक्राइब जरूर करें, देख के अच्छा लगे तो। എന്റെ പേര് സജിത്ത്. സജിത്ത് ചേട്ടാ, ഈ വയനാട്ടിലെ ഇപ്പൊ ഇങ്ങനെ മഴ പെയ്തതിനെ കാരണം നിങ്ങൾ അങ്ങോട്ട് പോവാറുണ്ടോ? ഇല്ല, ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ ഒരുപാട് ദൂരമാണ്. പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവിടത്തെ മാക്സിമം എല്ലാം പോയില്ലോ, എല്ലാം പോയി. അപ്പൊ നമ്മളൊരു ചെറിയൊരു സഹായം ചെയ്യാൻ വേണ്ടി സഹായം അങ്ങോട്ട് ചെയ്യണം. സഹായം ചെയ്യാനായിട്ട് ആളുകൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അതിൽ പങ്കാളിയാവും, ഉറപ്പായിട്ട്. അതാ പറയണേ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മാക്സിമം നമ്മളെ കൂടെ എന്താ ചെയ്യണം. സിംഗിൾ ആയിട്ട് ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണ്. നമ്മളിപ്പോ സാധാരണക്കാരാണെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ട് അവര് ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേര് എന്തെങ്കിലും 10 പേരായിട്ട് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ അതാ ചോദിക്കാൻ വേണ്ടി. ഞാൻ റെഡി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴ ഇങ്ങനെ ഇപ്പൊ എത്ര ദിവസമായി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓരോ ക്ലൈമറ്റിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഡാം പൊട്ടിയതാണോ അല്ലെങ്കിൽ ഡാമൊന്നും പൊട്ടിയൊന്നുമല്ല, മഴ പെയ്യാന്നല്ലേ കുറെ പേര് അങ്ങനെ പറഞ്ഞു. ഡാം പൊട്ടിയിട്ടുണ്ടോ? അത് കാരണം ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചതാ, എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. അപ്പൊ ചേട്ടൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മള് ഗ്രൂപ്പിലെ ആളില്ല. ഒരു 10 പേര് ഗ്രൂപ്പായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ. സാറ് ഇതിന്റെ വേണ്ടി എന്തെങ്കിലും പറയണ്ടോ? എന്ത് പറയാനായിട്ട് സഹകരിക്കുക, എല്ലാവരും സഹകരിക്കുക. എന്തെങ്കിലും നമ്മളെ പോലെ തന്നെയാണ് അവരും. അതായത് നമ്മളിപ്പോ എന്താ പറയാ, മലയാളി മാത്രമല്ല, തമിഴായാലും ഒറീഷ എല്ലാവരും ശരിയാണ്, എല്ലാം മനസ്സിലാണ്. നമ്മൾ ഓരോ ആൾക്കാർക്ക് സഹായം ചെയ്ത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാല് നമുക്കും നല്ലത്. അടുത്ത എന്തെങ്കിലും നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആരെങ്കിലും സഹായം ചെയ്യും. അതുപോലെ സേനക്കാര്, മിലിറ്ററിക്കാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു. അവരെ കഷ്ടപ്പാടെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ പരിപാടിയാണ്, ന്യൂസ്. ഞാൻ ഏറ്റവും അവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായി. എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ടു. അതില് രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇപ്പൊ പരിപാടി വല്ല നടക്കുന്നില്ല? ഇപ്പൊ ഒന്നും അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പോലും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ, ശരി സാറേ. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ എന്ത് പറയാനും. ഓക്കെ, ശരി. എല്ലാവരും സഹായിക്കുക, എല്ലാവരും ചേർന്ന് സഹായിക്കുക. താങ്ക് യു.